രാവിലെ തുടങ്ങിയിരിക്കുമല്ലോ. ഉച്ചയ്ക്ക് രണ്ടും ഒന്നും കഴിച്ചു കാണില്ല. വിനയേട്ടൻ പോയി എന്തെങ്കിലും വാങ്ങിട്ട് വരുന്നോ? ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്തായി? 53 രൂപ. അതല്ല, ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായിന്നാ? പോക്കറ്റിൽ കിടപ്പുണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ. എനിക്ക് സന്തോഷം വരുന്നു. എന്താ ചെയ്യാ? നമുക്ക് പോയി ഈ സന്തോഷം തീർത്തിട്ട് നമ്പേരേട്ടനെ ശോശാമ്മ ചേട്ടനെയും കാണാം. താക്കോല് നമ്പേരേട്ടന്റെ കയ്യിലാ. സാരല്ല, ഒക്കെ കഴിയട്ടെ. നമുക്കവരുടെ വഴക്ക് തീർക്കണ്ടേ? ശ്രമിച്ചു നോക്കാം. എന്താ നമ്പേരേട്ട ഇത്? വിനയേന്ദ്ര, ഇതിന്റെ ഇടയിൽ നിന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കണ്ട. ഞാൻ എന്തിനും എപ്പോഴും റെഡി. ഏത് കോടതിക്ക് വേണ്ടി വരാം, ഏത് വക്കീലിന്റെ അടുത്തേക്ക് വേണ്ടി വരാം. എനിക്ക് ഈ ബന്ധപ്പൊഴിയിലും. എനിക്കും ഈ മനുഷ്യനോട് ഒരു നിമിഷം ഞാൻ ഇനി പൊറുക്കുകയല്ല. അല്ലെങ്കിലും എന്റെ കൂടെ പൊറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് ആശുപത്രി വെച്ച് ഈ തിരുമോന്ത കണ്ട അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് എനിക്ക്. പൊൻകുന്നത്തെ നല്ല ഒന്നാന്തരം കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച എനിക്ക് മാതാവേ ആരുമില്ലേ ഞാൻ. നിന്റെ മോന്ത കണ്ട അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ ഗതികേട്. എന്റെ കൂട്ടുകാർ പോയി, എന്റെ വീട്ടുകാർ പോയി, എന്റെ എല്ലാവരും പോയല്ലോ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ പോകും. മുതുക്കടിക്കട്ടും സംശയം സംശയം സംശയം. എന്നാൽ റോട്ടിൽ കൂടെ പോകുന്ന ഒറ്റ പെമ്പിളാരെ മര്യാദക്ക് വിടുവല്ല. അപ്പൊ നോക്കി വിളിക്കും. എന്റെ നമ്പേരേട്ട ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്ന പവിത്രമായ ഒരു സാധനമാണ്. അതിങ്ങനെ വഴക്കടിച്ച് തീർക്കാനുള്ളതല്ല. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇന്ന് ഞാൻ കോളേജ് ചെന്നപ്പം ഇന്റർവ്യൂവിന് വൈസ് പ്രിൻസിപ്പൽ ഒരു സ്ത്രീയാ. മനസ്സിലായില്ലേ? ഞാനും അവരും ഒറ്റയ്ക്ക് റൂമിൽ. എന്റെ ഏട്ടത്തി എത്ര നിയന്ത്രിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ അല്ലേ? അല്ലേ? വൈസ് പ്രിൻസിപ്പളിനെ കണ്ടപ്പോ എന്ത് തോന്നിന്നാ പറഞ്ഞേ? ഇനി അത് കയറി പിടിച്ചോ? പിടിക്കാനൊന്നുമില്ല. എനിക്ക് ആളെ നന്നായിട്ട് അറിയാം. കൊറേ നാളായി ഞാനും കാണുന്നില്ല. എന്താ കാണുന്നത്? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ എന്താ കാണുന്നത്? ട്രെയിനിൽ ബസ്സിലൊക്കെ വെച്ച് പെമ്പിള്ളേരെ കാണുമ്പോ വെട്ടിത്തിരിഞ്ഞുള്ള നോട്ടൊന്നും ഞാൻ കാണില്ലെന്ന് വിചാരിക്കണ്ട. ആമ്പിള്ളേരെ കാണുമ്പോ നീ നോക്കാറില്ലടി. വെളുത്ത പൊക്കമുള്ള ആമ്പിള്ളേർ നിനക്കൊരു വീക്ക്നെസ് അടി. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സംസാരിക്കരുത്. ചൂട് സംസാരിച്ച് എന്ത് ചെയ്യും? എന്താ ഇത്? കൊച്ചു പിള്ളേരെ പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. പിന്നെ തമാശക്ക് എന്താ പറഞ്ഞല്ലേ? അല്ല, മനസ്സപ്പടി ചീത്തയാ. അതങ്ങ് വിനയേന്ദ്ര, ഇതൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഉച്ചപ്പോലിരിക്കുന്നതല്ലേ അവൾ അഹങ്കാരി. മിണ്ടി പോവരുത്. എന്റെ ശോശാമേ, ആ സിന്ധുവിനെ പിടിച്ചൊതുക്ക്. സിന്ധു കുറച്ചേരം ഒന്നും ഉണ്ടായിരിക്കും. സിന്ധു അങ്ങനെ തന്നെ നിക്ക്. ശോശാമേ, ആ കൈ ഇങ്ങനെ കൊണ്ടുവാ. ഭഗവാനെ, അങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചു. അയ്യേ, ഈ കൈ കൊണ്ടുവാ. നിങ്ങളുടെ പ്രശ്നം തീർന്നിരിക്കണു. തീർന്നോ വിനയ? ജോലിക്കാരി എന്തായി? ജോലി കിട്ടി. സിന്ധുവിന് സന്തോഷായില്ല. എന്നാ ഇനി നേരം കളയാറിച്ചല്ലേ. താക്കോല്. ഓ, ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും എടുത്ത് കഴിച്ചോണം. വിനയേട്ടാ, ഇന്നത്തെ അടി എനിക്ക് ശരിക്കും കൊണ്ടു. നീ എന്താ മോഹൻ ടൈമിങ്ങിനെ തിരിക്കാഞ്ഞ്? ഇത്ര സ്പീഡിൽ അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ശരിക്കും നൊന്തോ? ശരിക്കും. എന്നാ അവിടെ ഞാൻ മുത്തം കൊണ്ട് തടയി തരട്ടെ. ഇനി എന്താ ചെയ്തോ? എവിടാ അടി കൊണ്ടത്? ഇവിടെ ഇവിടെ. എങ്ങനെയാ വേദന മാറ്റി തരണ്ടേ? ഇങ്ങനെ. എവിടെ പോയി നിക്കണ്ട കേസല്ലേ. നമ്മൾ എന്ത് ഭംഗിയായിട്ട് ഒതുക്കി തീർത്തു. നിങ്ങളുടെ ഒരു മിടുക്ക്. ശോശാമ്മ കേട്ടായിരുന്നു വിനയന് ജോലി കിട്ടിയതിൽ സിന്ധുവിന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞത്? കേട്ടു. സിന്ധുവിന് സന്തോഷം വന്നാൽ ഉടൻ വിനയന്റെ നെഞ്ചത്ത് ചാരണം. പിന്നെ സ്ഥലം ഏതാണെന്ന് നോക്കില്ല. വിനയൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ആഹാ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കഴിഞ്ഞു. പെട്ടെന്ന് എന്തോ കൊതി തോന്നിപ്പോയി. സോറി. കോമാളി, തമാശക്കാരൻ, മായാജാലക്കാരൻ എന്നൊക്കെ കുട്ടികൾ എന്നെ പറ്റി പറയുന്നുണ്ടാവണം. സാരമില്ല, ഞങ്ങൾ മെല്ലെ മെല്ലെ അടുക്കും. അടുത്ത് കഴിയുമ്പോൾ എന്തു പറ്റി? എന്താ അസിസ്റ്റന്റ് മാനേജറുടെ ശൃംഗാരം വല്ലാണ്ടങ്ങ് കൂടിയോ? അയാളെ കൊണ്ട് തോറ്റു.
വല്ലാത്തൊരു നോട്ടവും പെരുമാറ്റവും ഒക്കെ. ഛെ, ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ. നല്ല മര്യാദയുടെ ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം. എനിക്കാകെ ഒരു ഭാര്യയേ ഉള്ളൂ. അവൾ എനിക്കെല്ലാമാണ്. അവൾക്ക് ജീവിതത്തിൽ ഞാനും അവളുടെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല, ഒരിക്കൽ പോലും പരസ്പരം വെറുപ്പ് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ വിവാഹ ജീവിതം, അതായത് സ്ത്രീ പുരുഷ ബന്ധം, അതായത് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന പ്രത്യേക ബന്ധവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. എനിക്ക് ഈ ലോകത്തിൽ ഈ ഒരുത്തി മാത്രം മതി, എന്റെ സിന്ധു. അതുകൊണ്ട് പ്ലീസ് അസിസ്റ്റന്റ് മാനേജർ, അവളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കരുത് എന്നൊക്കെ നയപരമായി പറഞ്ഞു നോക്കാം. വെറുതെ എന്തിനാ അയാളോട് സംസാരിച്ച വിനയേട്ടന്റെ അന്തസ്സ പോവാ. എന്നെ നോക്കാൻ എനിക്കറിയാം. നിന്നെ നോക്കാൻ അതിനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഈ സ്കൂളിലെ കാര്യങ്ങൾ വിനേട്ടാ, വെജിറ്റബിൾസ് ഒക്കെ തീർന്നു. നമ്പ്യാരേട്ടനും ശോശാമ്മയെടുത്ത് ഇപ്പൊ ഉറങ്ങിക്കാണില്ല. എങ്ങനെയാ അവരുടെ തോട്ടത്തിൽ പോയി കുറച്ച് വെജിറ്റബിൾസ് കക്കുക? ഒരു കാര്യം ചെയ്യാം, വിനേട്ടൻ പോയി മുൻവശത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. ഞാൻ പിന്നെ പക്കം പോയി കേട്ടോളാം. നീ ഒരു നല്ല പെണ്ണല്ലേ. അന്യരുടെ മുതൽ കക്കാൻ നിനക്കൊരു ലജ്ജയുമില്ലേ? ഈ മോഷണത്തിൽ എനിക്ക് എന്തോ വല്ലാത്ത സത്യസന്ധത തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്ന് അനാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കരുത്. നമ്പ്യാരേട്ടനോട് പറയാൻ എനിക്ക് ആകെ ഒരു വിഷയം 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 മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. നമ്പ്യാരേട്ടാ, വാവിനയാ എന്തെങ്കിലൊക്കെ എടുത്ത് കഴിക്കേ. വേണ്ട വേണ്ട, സിന്ധു അവിടെ എല്ലാം ഉണ്ടാക്ക. ഞാൻ ഒഴിച്ചു തരാം. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് തന്റെ ജോലി? നോക്കിക്കോ, 600 കുട്ടികളുള്ള സ്കൂളിൽ എന്റെ കയ്യിൽ വന്നു ചേർന്നത് വെറും 24 കുട്ടികളാണ്. അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും. അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത്, യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത്. ആ ക്ലാസ്സില് എനിക്കും ശോശാമയ്ക്കും വന്നിരിക്കാൻ പറ്റോ? ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. നമ്പ്യാരേട്ടനൊക്കെ ഇനി എന്തോ പഠിക്കാനാ? എല്ലാം പഠിപ്പിച്ചു തരാൻ ശോശാമ്മച്ചേട്ട ഇരിപ്പില്ലേ? എന്തോ ഒരു മുതലാ. വിളവെടുക്കല്ലേ? കുറച്ച് കടല വിടട്ടെ. കടല പിന്നെ കടല ബെസ്റ്റ് അല്ലേ? നല്ലതാ. സിന്ധു ഒറ്റയ്ക്കിരിക്കല്ലേ? വിനേന്ദ്രൻ പോതില്ലേ? ഞാനെങ്ങും ഇല്ല. അവള് കിടന്നുറങ്ങട്ടെ, അത് കഴിഞ്ഞ് പോവാം. അതെന്താ അങ്ങനെ? അവള് കിടന്നുറങ്ങട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ഒച്ച ഉണ്ടാക്കാതെ ഉണത്താതെ പോയി കിടന്നോളാം. അതെന്താ അങ്ങനെ? എന്നെ കൊണ്ട് വയ്യ. ദിവസവും ദിവസവും ഭാര്യയില്ലേ? അവരുടെ അവകാശല്ലേ? ചേട്ടാ, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി, അപ്പോഴേക്കും അവളങ്ങ് വികാരവതിയാകും. പിന്നെ അറിയാമല്ലോ, അത് അവിടെ ചെന്നേ അവസാനിക്കും. പക്ഷെ ചേട്ടാ, എന്തിനും ഒരു അളവൊക്കില്ല നമ്പേരേട്ടാ. ഇന്നലെ പാട്ടും ബഹളമൊക്കെ കേട്ടു. എന്തായിരുന്നു? ഇന്നലെ ഞാനും നല്ല മൂഡിലായിരുന്നു. ആണോ? ക്ലാസ് ഒക്കെ തുടങ്ങിയ സന്തോഷമല്ലേ? ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സിന്ധു എന്റെ മാറിലേക്ക് ചാഞ്ഞു. ഇപ്പൊ ഒരു പുതിയ ഹെർബൽ ഷാമ്പു ഇറങ്ങിയിട്ടുണ്ട്, ചെമ്പകപ്പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത്. അതൊക്കെ തേച്ച് കുളി കഴിഞ്ഞ് സിന്ധു ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഉള്ളൂ. എന്റെ ചേട്ടാ, അതിന്റെ മണം മൂക്കിൽ അടിച്ചോണ്ടല്ലോ നമ്മുടെ കംപ്ലീറ്റ് ഞരമ്പുകൾ അങ്ങോട്ട് എണീക്കും. പിന്നെ എന്തിനാ എങ്ങനെയാ? നല്ല ലാളനെയൊക്കെ കൊടുത്ത ശേഷാണല്ലോ അല്ലേ? നല്ലോണം ലാളിപ്പിച്ചിട്ടാ. എങ്ങനെ? എങ്ങനാന്ന് വെച്ചാല് ആ കൈ ഇങ്ങോട്ട് തന്നെ. അതെ, ഈ കയ്യിൽ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഞെക്കിയാലേ അവര് വിചാരിക്കും നമ്മൾ ഏതാണ്ട് തിരുമുകാരാന്ന്. ഇതൊരു പൂവായിട്ട് വിചാരിക്കണം. എന്നിട്ട് ഇങ്ങനെ മൃദുലമായിട്ട് തടകണം. സ്പീഡ് ഒട്ടും കൂട്ടരുത്, ഒരേ താളത്തിൽ. അപ്പൊ സ്നേഹപൂർവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിലല്ലേ? പിന്നെ കൈയൊരു തുടക്കം മാത്രമാണ്, പിന്നെ പല സ്ഥലത്തും പോണം. എവിടെ? മുഖത്ത്, ചുണ്ടത്ത്, ചെവിയില്. സിന്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്താ? ഇവിടെ 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 ഈ കഴുത്തിന്റെ അവിടെ. ഈ സമയത്ത് പുരുഷന് 4 കൈകൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവരാഗ്രഹിച്ചു പോകും. ഞാനിപ്പൊ ആഗ്രഹിച്ചുള്ളൂ ഇങ്ങനെ. വിനയേന്ദ്ര കൊള്ളാം, വിടണ്ട, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. പിന്നെ പിന്നൊന്നുമില്ല, സിന്ധു അറിയിക്കണോ? അയ്യോ, ഞാൻ പോണു. എവിടെ ഉറങ്ങാൻ? മണി 9:30 ആയുള്ളൂ.
വിനയേന്ദ്ര, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ മടി കാണിക്കരുത്. ഈ പ്രായം കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കില്ല. അബദ്ധം 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 നമ്പ്യാരേട്ടാ, ഇതിന് പ്രായമൊന്നുമില്ല. ഏ? മനസ്സാണ്. മനസ്സാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. ആ. പ്രായമാകുമ്പോ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ലേ. എപ്പോഴും ഒരു 25-കാരനാണെന്നുള്ള ചിന്ത മനസ്സിൽ വേണം. പ്രായത്തിന്റെ കാര്യം ഇവിടെ അല്ലാതെ നമ്പ്യാരേട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ പഴയ പോലെ പിക്കപ്പ് കാണില്ല. ചുമ്മാ തോന്നലാണ്. ഇങ്ങനെയുള്ള കാര്യമൊന്നും മനസ്സിലോട്ട് കേറ്റരുത്. ശോശാമ്മ ചേച്ചിക്ക് എപ്പോഴും 22 വയസ്സ്. ചെമ്പകപ്പൂവിന്റെ ഹെർബൽ ഷാമ്പു വേണോ? ഇന്നിപ്പോ രാത്രിയിൽ കുളിക്കാൻ പറഞ്ഞ അവള് കുളിക്കോ? നാളെ മതി. എന്നാ വിനയേന്ദ്ര ഒരു കാര്യം ചെയ്യ്. വീട്ടിലേക്ക് ചെല്ല്. സിന്ധു ഉറങ്ങി കാണും. Okay. ചെല്ല് ചെല്ല്. അവിടെ പോയി എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു? നമ്പ്യാരേട്ടനും ശോശാമ്മ ചേട്ടത്തിക്കും ഇന്നാദ്യ രാത്രി. അതെന്താ? വാ കാണിച്ചു തരാം. അയ്യോ, സ്റ്റൂ അടുപ്പിക്കിടക്കണോ? സ്റ്റൂ അവിടെ കിടക്കട്ടെ. അയ്യോ, സ്റ്റൂ! ദേ ഇപ്പൊ കേടും അവിടെ വിളക്കുകൾ. എന്താ അങ്ങനെ? ഇന്ന് രാത്രി നമ്പ്യാരേട്ടന് വയസ്സ് 25, ശോശാമ്മ ചേട്ടത്തിക്ക് 22, നമുക്കും. എന്ത് പറ്റി? നമ്പ്യാരേട്ടനെ ഇളക്കാൻ പോയി ഞാൻ ഇളകിപ്പോയി. അയ്യോ, സ്റ്റൂ! സ്റ്റൂ നമുക്ക് പിന്നെ ഇളക്കാം. അയ്യോ, വിനീത, വാതിൽ തുറന്നെടുക്കണം. അയ്യോ, കൊച്ചു വീണില്ല. നാളെ 4 മണിക്കകം ചെയർമാൻ എത്തേണ്ട ഡീറ്റെയിൽസുകളാ. ആരും കൃത്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ സിന്ധു കോപ്പറേറ്റീവും കിക്കും ആയതുകൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. പ്ലീസ് ഡോണ്ട് തിങ്ക് അതർവൈസ്. സിന്ധു സർവേക്ക് പോകുന്ന ടീമിൽ നിന്നും സിന്ധുവിനെ ഞാൻ ഒഴിവാക്കി തരാം. എന്തിനാ വെറുതെ 4-5 ദിവസം ഓരോ ഡിസ്ട്രിക്ട് കയറി ഇറങ്ങി നടക്കുന്നേ? ഇങ്ങൊന്നേ, സിന്ധു ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ബി ഹിയർ. ശരി സാർ. ആ, തീരുമ്പോ ക്യാബിലേക്ക് കൊണ്ടുവന്നോളൂ. കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോ പറയാം. என்ன இன்று பூமி சுத்தி வராசை. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. എനിക്കൊരു ചാൻസാ. വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടൂ. വിനയേട്ടാ, ഇതിനകത്ത് വിനയേട്ടന് കാര്യമില്ല. പറയണ കേക്ക്. വിനയേട്ടാ, വിനയേട്ടാ, ഇത് എന്റെ ഓഫീസ്, അത് മറക്കരുത്. സിന്ധു എന്റേതാണ്, അതും മറക്കരുത്. നീ വരണ്ട. വന്നാൽ എന്റെ കൺട്രോൾ വിട്ടുപോകും. ഒറ്റയ്ക്കാവുമ്പോ ഞാനൊരു തമാശ ആക്കി എടുത്തോളാം. മുത്തന്തരാശൈ. ഹലോ മിസ്റ്റർ വിനീൻ, പ്ലീസ് ഇറ്റ് ഡൗൺ. സിന്ധുവിന്റെ ജോലി ഇപ്പൊ തീരും. ഓഹോ, കഴിഞ്ഞോ? നാളെ ചെയർമാൻ എത്തിക്കാനുള്ളതാണ്. നല്ല ശരിക്കും കൊടുത്തു. വാ. ഇതെന്താ കേറാത്ത? എന്താ മുഖം മുറിപ്പിച്ചിരിക്കുന്നത്?